നമസ്കാരം. ഇന്റർനെറ്റ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ മീഡിയയും സംസാരിക്കുന്ന വിഷയം ഇതാണ്. ബാറ്ററിയുടെ നിർമ്മാണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കുന്ന ചൈനീസ് കമ്പനിയായ BYD വികസിപ്പിച്ചെടുത്ത ബാറ്ററിയെ കുറിച്ച്. ഈ ബാറ്ററി 5 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 470 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 470 കിലോമീറ്റർ ഒരു പെട്രോൾ വണ്ടിയിൽ അടിക്കണമെങ്കിൽ ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും വേണ്ടി വരും അല്ലേ? ഇതിപ്പം ഇലക്ട്രിക് കാറിൽ വെറും 5 മിനിറ്റ് മതി. കാലം പോയ പോക്കേ. ഇലക്ട്രിക് വാഹനങ്ങൾക്കായി 1000 കിലോവാട്ട് ചാർജിംഗ് വേഗതയുള്ള സൂപ്പർ പ്ലാറ്റ്ഫോം ഓൾ ന്യൂ ഇലക്ട്രിക് ആർക്കിടെക്ചർ ആണ് BYD ഒരുക്കിയിരിക്കുന്നത്. ടെസ്ലയുടെ V4 എന്ന് പറഞ്ഞൊരു സൂപ്പർ ഫാസ്റ്റ് ചാർജറിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഈ BYDയുടെ ഈ പുതിയൊരു ടെക്നോളജി പ്രകാരം ഈ ടെസ്ലയിനേക്കാളും ഈ ഒരു V4 ചാർജറിനേക്കാളും ഇരട്ടി വേഗത്തില് ചാർജിംഗ് സാധ്യമാവുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇവർ ഈ പുതിയതായിട്ട് വികസിപ്പിച്ചെടുത്ത ഫ്ലാഷ് ചാർജ് എന്ന് പറയുന്ന ബ്ലേഡ് ബാറ്ററികളിൽ ലിത്യം ഫോസ്ഫേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ബാറ്ററിയുടെ ഭാരവും ശേഷിയും ഒന്നും നിർമ്മാതാക്കൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. BYDയുടെ പുതിയ വണ്ടികളായ ഹാൻ എൽ സെഡാൻ അതുപോലെ തന്നെ ടാങ് എൽ SUV മോഡലുകളിലായിരിക്കും ഈ ടെക്നോളജി ആദ്യമായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. അതേപോലെ ഈ വണ്ടികളിലെ മുന്നിലെയും പിന്നിലെയും മോട്ടോറുകളിൽ നിന്നും 1100 ഹോഴ്സ് പവർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. ആക്സിലറേഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹാൻ എൽ സെഡാന് 100 km/h സ്പീഡ് മറികടക്കാൻ 2.7 സെക്കൻഡ്സും ടാങ് എൽ SUVക്ക് 3.6 സെക്കൻഡ്സും മാത്രം മതി. പ്ലാനറ്റ് കാർ ന്യൂസ് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട്. ആ ഒരു ചാനലിൽ ഇവര് ഈ BYDയുടെ 5 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 470 കിലോമീറ്റർ കിട്ടുന്നതിന്റെ ലൈവ് ഡെമോ പുറത്തുവിട്ടിട്ടുണ്ട്. ആ 5 മിനിറ്റ് അവർ മുഴുവനായിട്ടും കാണിക്കുന്നുണ്ട്. ആ ഒരു ഭാഗം 5 മിനിറ്റിന്റെ ഭാഗം ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം.